ദൈവം, നിയമം, കോടതി ഇതൊക്കെ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ പേഴ്സണൽ ലൈഫിൽ ആരാണ് ശരിക്കും? എന്താണ്? ഞാനൊരു നല്ല മനുഷ്യനാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹലോ, സിദ്ധാർത്ഥ് പ്രഭു അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ ഉപ്പും മുളകിലെ സിദ്ധാർത്ഥ്, ഇനി അതും അല്ലെങ്കിൽ സുരഭിയും സുഹാസിനിയും എന്ന സീരിയലിലെ ആക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ ഇവിടെ ഞാൻ ഫോട്ടോ വയ്ക്കുന്നുണ്ട്, അപ്പോൾ എന്തായാലും മനസ്സിലാവും ആളാരാണെന്നുള്ളത്. ഇപ്പം ആളെക്കുറിച്ചുള്ള ഒരു ന്യൂസ് ഇന്നലെ മുതൽ മീഡിയാസിൽ ഒഴുകി നടപ്പുണ്ട്. കാർ ഓടിച്ച സീരിയൽ നടൻ സിദ്ധാർത്ഥ പ്രഭുവിനെതിരെ കേസ്. സിദ്ധാർത്ഥിന്റെ കാർ വഴിയാത്രക്കാരനെ ഇടിച്ചിരുന്നു. കോട്ടയം നാട്ടകത്ത് ഇന്നലെ രാത്രിയായിരുന്നു അപകടം. വിശദാംശങ്ങൾ ബിനോയ് രാജൻ നൽകും. ഇന്നലെ രാത്രിയിലാണ് MC റോഡിൽ നാട്ടകത്ത് വെച്ച് ഈ സിദ്ധാർത്ഥ പ്രഭു ഓടിച്ച കാറ് ഒരു വഴിയാത്രക്കാരനെ ഇടിച്ചത്. ഓട്ടോ വിൽപ്പനക്കാരനെയാണ് ഇടിച്ചത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാര് ഈ സിദ്ധാർത്ഥ പ്രഭുവിനെ പിടികൂടാനുള്ള ഒരു ശ്രമം നടത്തി. ഇതിനിടയിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണകാരിയായിട്ടാണ് സിദ്ധാർത്ഥ പ്രഭുവിനെ കാണപ്പെട്ടത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇയാളെ ബലം പ്രയോഗിച്ചാണ് കീഴ്പ്പെടുത്തിയത്. തുടർന്ന് വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ മദ്യപിച്ചിരുന്നതായിട്ട് സ്ഥിരീകരിച്ചത്. മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് അപകടമുണ്ടാക്കിയതിന് സിദ്ധാർത്ഥ പ്രഭുവിനെതിരെ നിലവിൽ ചിങ്ങവനം പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. തുടർ നടപടി ഉണ്ടാകുന്നതാണ് അറിയിച്ചിരിക്കുന്നത്. അപകടമുണ്ടാക്കിയ കാറ് ഇപ്പോഴും റോഡ് വശത്ത് കിടക്കുകയായിരുന്നു. എന്തായാലും രാത്രിയിൽ വലിയ രീതിയിൽ അക്രമാസക്തരായിട്ട് മദ്യലഹരിയിൽ വാഹനം ഓടിക്കുകയും വഴിയാത്രക്കാരെ ഇടിക്കുകയും നാട്ടുകാരെയും പോലീസുകാരെയൊക്കെ ആക്രമിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് സിദ്ധാർത്ഥ പ്രഭുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ചിങ്ങവനം പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ശരി ബിനോയ്, സീരിയൽ നടനാണെങ്കിൽ ആ ഷോ സീരിയൽ മതി, നാട്ടുകാരോടും പോലീസിനോടും ഒന്നും വേണ്ട. ഇവിടെ ആളുകൾക്ക് സമാധാനമായിട്ട് യാത്ര ചെയ്തു പോകണം. വെള്ളം അടിച്ച് ആളുകൾക്ക് ഈ രീതിയിൽ ഉപദ്രവം ഉണ്ടാക്കരുത്. കള്ള് കുടിച്ചാൽ അത് വയറ്റി കിടക്കണം, അല്ലാണ്ട് നടുറോട്ടിലൂടെ പോകുന്ന ആൾക്കാരുടെ നെഞ്ചത്തോട്ടല്ല കാണിക്കേണ്ടത്. പുള്ളി റോഡിൽ കിടന്നിട്ട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നിയമം കോടതി ദൈവം, അതോ ദൈവം കോടതി നിയമവും, ഏതെങ്കിലും ഒരു സാധനം. ഇവിടെ എന്തുവാടേ ക്രിസ്മസ് ആണ് സമ്മതിക്കുന്നോ എന്നും പറഞ്ഞ് കള്ളും കുടിച്ച് നടുറോട്ടിൽ കിടന്ന് ഇമാതിരി എങ്ങനെ പറ്റുന്നു? ആൾക്കാർ കയ്യും കാലമൊക്കെ തുണിയൊക്കെ വെച്ചിട്ട് കെട്ടിയിട്ട് പൊക്കി എടുത്തുകൊണ്ടൊക്കെയാണ് പോകുന്നത്. അത്രയൊക്കെ കള്ളും കുടിച്ച് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ? ഈ വണ്ടി ഇടിച്ച ആൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് കേട്ടത്. അപ്പോൾ ഇനിയിപ്പം തലയത്തെ കെട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് സിദ്ധാർത്ഥ എന്ന് പറയുന്ന വ്യക്തിക്ക് തന്നെ തോന്നുന്നുണ്ടാവും, അയ്യേ ഞാൻ ഇങ്ങനെയൊക്കെ നടുറോട്ടിലിരുന്ന് കാണിച്ചോ എന്നുള്ളത്. ഇവിടെ ഡ്രസ്സൊക്കെ കൈയൊക്കെ കീറി പറഞ്ഞ് ആൾക്കാർ, എനിക്ക് തോന്നുന്നു ആൾക്കാരെടുത്ത് പഞ്ഞി കിട്ടുമെന്ന് തോന്നുന്നു അവിടെ വെച്ചിട്ട് തന്നെ. എന്നിട്ട് എങ്ങാണ്ട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, എനിക്കും കുടുംബം ഉണ്ടടാ എന്നൊക്കെ സിദ്ധാർത്ഥ ആൾക്കാരുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. കുടുംബം ഉണ്ടെങ്കിൽ അത് വീട്ടിലല്ലടാ കാണിക്കട്ടെ, എന്തോ ആടാ നടുറോട്ടിൽ. ഇപ്പോൾ ഈ കുടുംബം ഉണ്ടടാ എന്ന് പറഞ്ഞിട്ട് ആ കുടുംബത്തിന് എത്രമാത്രം നാണക്കേടായി കാണുന്നു. നട് റോട്ടിലൊക്കെ മലർന്ന് അങ്ങ് കിടക്കുക, തലയ്ക്ക് 2 കൈയൊക്കെ വെച്ചിട്ട്. എന്തുവാ ഇനിയെങ്കിലും കുടിച്ചു കഴിയുമ്പം ഈ റോട്ടിലോട്ട് ഇറങ്ങാതെ വീട്ടിലിരിക്കുക. ഇല്ലെങ്കിൽ ആൾക്കാർ പറയും, ഇപ്പോൾ ഒരു ഇമേജൊക്കെ ഉണ്ട്, ആ ഇമേജ് വെറുതെ നശിപ്പിക്കുന്ന എന്തിനാ? ശരി എന്നാൽ.